ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇനി മാത്തമാറ്റിക്സ് ആണല്ലേ എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് മാത്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത്, എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ വിശദീകരിച്ച് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീഡിയം ഗണിതം പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മലയാളം മീഡിയം കൂട്ടുകാരെല്ലാവരും അത് പോയിട്ടൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ടുണ്ടാവും എക്സാം കേട്ടോ. ഓണം എക്സാം 2025-26 മൂന്നാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം 2 മണിക്കൂറാണ്. കൂടാതെ നിങ്ങളുടെ പേര് എഴുതാനുള്ള നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ സ്കൂളിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഡിവിഷൻ എഴുതണം. പിന്നെ സിഗ്നേച്ചർ ഓഫ് പാരൻറ്റും സിഗ്നേച്ചർ ഓഫ് ടീച്ചറും അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ആക്ടിവിറ്റീസും എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെന്നും അതുപോലെ അതിൻ്റെ ഗ്രേഡും എഴുതാനുള്ള ഒരു സ്പേസും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഫസ്റ്റ് 15 minutes ഷുഡ് ബി യൂസ്ഡ് ഫോർ റീഡിങ് ആൻഡ് കോംപ്രഹെൻസിങ് ദ ആക്ടിവിറ്റീസ്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വായിക്കാനും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് നോക്കാനും കൂടിയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ആ ഒരു 15 മിനിറ്റിൽ നന്നായിട്ട് എല്ലാ ആക്ടിവിറ്റീസും വായിച്ചു നോക്കുക. കൂട്ടുകാർക്ക് എത്രയും പെട്ടെന്ന് ഏതാണ് എഴുതാൻ കിട്ടുന്നത്, ഏതാണ് ഈസി ആയിട്ടുള്ളത് എന്നെല്ലാം ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അതിനുള്ള സമയമൊക്കെയാണ് ആ ഒരു 15 മിനിറ്റ്. അടുത്തത് ഔട്ട് ഓഫ് ദ 6 ആക്ടിവിറ്റീസ് ആൻസർ എനി 5. നിങ്ങൾക്ക് 6 ആക്ടിവിറ്റിയാണ് മൊത്തത്തിലുള്ളത്. ഏതെങ്കിലും 5 എണ്ണത്തിന് നിങ്ങൾ എഴുതിയാൽ മതി. അതായത് 1 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഒരെണ്ണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓൾ ദ സബ് ആക്ടിവിറ്റീസ് ഓഫ് ദ സെലക്ടഡ് ആക്ടിവിറ്റീസ് ഷുഡ് ബി ആൻസേർഡ്. നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായിട്ടും എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെലക്ട് ചെയ്ത ആക്ടിവിറ്റി ആണെങ്കിൽ അതിൽ ABCD എന്ന് പറയുന്ന 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ 4 എണ്ണം കൂട്ടുകാർ ഉത്തരം എഴുതണം, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ആക്ടിവിറ്റി ആണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിലെ എല്ലാ സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം. അത്രയൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റി വീതം നോക്കാം. ആക്ടിവിറ്റി 1 പൂക്കളം. Teacher asked 3rd standard students to make a design for പൂക്കളം in the connection with the ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് 3ാം ക്ലാസ്സിലെ കുട്ടികളോട് ടീച്ചറോട് അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈൻ വരച്ചിട്ട് വരാൻ പറഞ്ഞു അല്ലേ. ദ ഡിസൈൻ ബൈ ആമിന ഈസ് ഗിവൻ. ആമിന വരച്ച ഡിസൈനാണ് അവിടെ താഴെ തന്നിരിക്കുന്നത്. അതിലെ ചോദ്യം എന്താണ്? ചോദ്യം ട്രയാങ്കിളിന് ബ്ലൂ കളറും അതുപോലെ സർക്കിളിന് റെഡ് കളറും അതുപോലെ റെക്റ്റാങ്കിളിന് ഗ്രീൻ കളറും കൊടുക്കണം. മേക്ക് ദ ഡിസൈൻ ബ്യൂട്ടിഫുൾ ഗിവിങ് ദീസ് കളേഴ്സ്. അപ്പോൾ ഈ കളേഴ്സ് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈന് ബ്യൂട്ടിഫുൾ ആക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കളർ പെൻസിൽസ് കയ്യിൽ കരുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ കളർ പെൻസിൽസ് ആവശ്യമാണ്. അപ്പോൾ ആദ്യം എന്താണ്, ട്രയാങ്കിളിന് ബ്ലൂ കളറും പിന്നെ റെഡ് കളർ ഏതിനാണ് കൊടുക്കേണ്ടത്, സർക്കിളിനും, പിന്നെ ഗ്രീൻ കളർ റെക്റ്റാങ്കിളിനും കൊടുത്തിട്ട് ഈ ഒരു പൂക്കളം ഭംഗിയാക്കും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി 1ലെ A ക്വസ്റ്റ്യൻ. അടുത്തത് അതിലെ B ചോദ്യം ഐഡൻറ്റിഫൈ ദ ഷേപ്സ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദയർ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. അപ്പോൾ ആ ഒരു പിക്ചറിൽ തന്നിരിക്കുന്ന ഏതൊക്കെ ഷേപ്സ് ആണ് എന്ന് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതാനുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആ ഒരു പിക്ചറിൽ ട്രയാങ്കിൾ 5 എണ്ണമാണ് ഉള്ളത്. അതുപോലെ സർക്കിൾ 6, സ്ക്വയർ 10 എണ്ണം. അങ്ങനെയാണ് ആ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്. അടുത്തത് C ക്വസ്റ്റ്യൻ ഡ്രോ എ പിക്ചർ യൂസിങ് ദ ഷേപ്സ് ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈ. നമ്മൾ ഐഡൻറ്റിഫൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ട്രയാങ്കിളും സർക്കിളും സ്ക്വയറും യൂസ് ചെയ്തിട്ട് നമ്മളൊരു പിക്ചർ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്ത് നോക്കൂ കേട്ടോ. കൂട്ടുകാർക്ക് പിക്ചറൊക്കെ നന്നായി വരയ്ക്കാൻ അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പിക്ചർ വരയ്ക്കാം. പക്ഷേ ട്രയാങ്കിളും സർക്കിളും സ്ക്വയറും മാത്രം യൂസ് ചെയ്തിട്ട് വേണം ആ ഒരു പിക്ചർ വരയ്ക്കാൻ. അപ്പോൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ പിക്ചർ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 2 സ്പോർട്സ് മീറ്റ്. ചെസ് നമ്പേഴ്സ് ഫ്രം 100 to 244 were given to the athletes who participated in രാജമല്ലി ഗവൺമെൻറ് UP സ്കൂൾ സ്പോർട്സ് മീറ്റ്. അപ്പോൾ എന്താണ്, രാജമല്ലി ഗവൺമെൻറ് UP സ്കൂളിൽ സ്പോർട്സ് മീറ്റിന് പങ്കെടുത്ത എല്ലാ അത്ലറ്റ്സിനും 100 to 244 വരെയുള്ള ചെസ് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചോദ്യം എന്താണ്, റൈറ്റ് ദ നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്പോർട്സ് മീറ്റ്. ഈ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കാണുക?
അപ്പോൾ കൂട്ടുകാർക്ക് അത് കാണാനായിട്ട് അറിയാം അല്ലേ? എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 244 നിന്ന് 100 മൈനസ് ചെയ്യുക. 244 മൈനസ് 100 എത്രയാണ്? 144 കിട്ടിയല്ലേ? അപ്പോൾ 144 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ എത്രയാണ് ലാസ്റ്റ് ആൻസർ? ആൻസർ ഈസ് 145. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അതിൽ ബി ക്വസ്റ്റ്യൻ, ചെസ് നമ്പേഴ്സ് ഫ്രം 100 to 155 were given to the LP students. How many LP students participated in the competition? അപ്പോൾ എന്താണ് ആ ഒരു കോമ്പറ്റീഷനിൽ LP സ്റ്റുഡൻസിനായിട്ട് 100 to 155 വരെയുള്ള ചെസ് നമ്പേഴ്സാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എത്ര LP സ്റ്റുഡൻസ് ആ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്താണ് 155 മൈനസ് 100 എത്രയാണ് കിട്ടുന്നത്? 55 കിട്ടും. അതിലൂടെ 1 പ്ലസ് ചെയ്യുക. അപ്പോൾ 155 മൈനസ് 100 ഈസ് ഈക്വൽ ടു 55. അതിൽ കൂടെ പ്ലസ് 1 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 56 ആണ് കേട്ടോ. അപ്പോൾ 56 സ്റ്റുഡൻസ് ആണ് LP സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലെ സി ക്വസ്റ്റ്യൻ, ഇൻ ദ മാർച്ച് പാസ് സ്റ്റുഡൻസ് ഹാവിംഗ് ദ ചെസ് നമ്പേഴ്സ് ഫ്രം 101 to 109 സ്റ്റൂഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഇൻ ദ ഫസ്റ്റ് ലൈൻ. റൈറ്റ് ദ ചെസ് നമ്പർ ഓഫ് ദ 5th സ്റ്റുഡൻറ്റ് ഇൻ ദ ലൈന്. അപ്പോൾ എന്താണ് മാർച്ച് പാസ്റ്റിൽ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന ചെസ് നമ്പേഴ്സ് ആണ് 101 to 109 വരെയാണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ആ ലൈനിൽ നിൽക്കുന്ന 5ാമത്തെ കുട്ടിയുടെ ചെസ് നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ 105 ആയിരിക്കും അതിൽ 5ാമത് നിൽക്കുന്ന കുട്ടിയുടെ ചെസ് നമ്പർ. അടുത്തത് അതിലെ ഡി ചോദ്യം, ₹685 വാസ് സ്പെൻഡ് ടു ഗിവൻ ദ മെഡൽസ് ടു ദ വിന്നേഴ്സ് ഓഫ് കോൺടെസ്റ്റ് ആൻഡ് ₹284 വാസ് സ്പെൻഡ് ടു പ്രിപ്പയർ ദ ചെസ് നമ്പേഴ്സ്. റൈറ്റ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. അപ്പോൾ എന്താണ് 685 റുപ്പീസായി ഇതിൽ വിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ മെഡൽ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ₹284 ആയി ഇതിലത്തെ ചെസ് നമ്പേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്യാനും. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ടോട്ടൽ എമൗണ്ട് വരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അഡീഷൻ ചെയ്താൽ മതി. 685 പ്ലസ് 284 ഈസ് ഈക്വൽ ടു 969. അപ്പോൾ ടോട്ടൽ 969 റുപ്പീസാണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ആക്ടിവിറ്റി 3, സ്കൂൾ ബസാർ. A question എന്താണ്? Vidya bought things worth ₹815 from the school bazaar. At first she bought an umbrella and a box. Name the thing she bought for the balance amount. അപ്പോൾ വിദ്യയുടെ കയ്യിൽ 815 അതായത് 815 റുപ്പീസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ ഫസ്റ്റ് ഒരു അംബ്രല്ലയും ബോക്സും വാങ്ങിച്ചു. പിന്നെ ഇനി അവളുടെ കയ്യിൽ എത്ര റുപ്പീസ് ഉണ്ടാവും, അതിനെന്താണ് അവൾക്ക് വാങ്ങാൻ സാധിക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക അത്? ഫസ്റ്റ് നമ്മൾ മിത്ര വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളുടെ വില ഒന്ന് കൂട്ടി നോക്കണം. അപ്പോൾ മിത്ര വാങ്ങിച്ച അംബ്രല്ലയ്ക്ക് 400 റുപ്പീസാണ്. അതുപോലെ മിത്ര വാങ്ങിച്ച ബോക്സിന് 85 റുപ്പീസാണ്. അപ്പോൾ 400 പ്ലസ് 85 485 ആയി. പിന്നെ അത് നമ്മൾ എങ്ങനെയാണ് കുറക്കുക? അതായത് ഇനി അവളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 850 ആണ് അവളുടെ കയ്യിൽ ടോട്ടൽ ആയിട്ടുള്ളത്. 850 മൈനസ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളുടെ ടോട്ടൽ പ്രൈസ് എത്രയാണ്? 485 ആണ്. അപ്പോൾ 815 മൈനസ് 485 എത്രയാണ്? അപ്പോൾ ബാലൻസ് എമൗണ്ട് ഉണ്ടായിരിക്കുക? അതെ, 330 ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 330ക്ക് ഇനി അവൾക്ക് ഷൂസ് ആണല്ലേ വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഷൂസ് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഇഫ് വൺ ഹാസ് ടു ബൈ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം ആൻഡ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഫ്രം ദ സ്കൂൾ ബസാർ, ഹൗ മച്ച് വിൽ നീഡ് ഇൻ എമൗണ്ട്? അപ്പോൾ ഒരാൾ എന്താണ് ആ സ്കൂൾ ബസാറിലെ ഏറ്റവും വില കൂടിയ ഒരു വസ്തുവും ഏറ്റവും വില കുറഞ്ഞ ഒരു വസ്തുവും വാങ്ങിച്ചു. അപ്പോൾ എന്തൊക്കെയായിരിക്കും അയാൾ വാങ്ങിച്ചിട്ടുണ്ടാവുക? ബാഗാണല്ലേ അതിൽ ഏറ്റവും വില കൂടിയ വസ്തു. ബാഗിന് എത്രയാണ്? 420 ആണ്. സ്കെച്ച് പെന്നാണ് അതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഐറ്റം. സ്കെച്ച് പെന്നിന് 15 റുപ്പീസാണ്. അപ്പോൾ ടോട്ടൽ എത്ര രൂപയായിരിക്കും? 450 പ്ലസ് 55 ഈസ് ഈക്വൽ ടു 475 റുപ്പീസിനാണ് അയാൾ ഏറ്റവും ചീപ്പസ്റ്റും ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുക. അതിലെ സി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വിൽ ബി നീഡഡ് ടു ബൈ എ കളറിംഗ് ബുക്ക്, സ്കെച്ച് പെൻ ആൻഡ് എ ബോക്സ്, പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ എന്താണ് ഒരു കളറിംഗ് ബുക്കും സ്കെച്ച് പെന്നും ബോക്സും വാങ്ങാൻ എത്ര രൂപ ആയി കാണും, എത്രയാണെന്നുള്ളത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ കളറിംഗ് ബുക്കിന് 100 റുപ്പീസാണ്, സ്കെച്ച് പെന്നിന് 55 റുപ്പീസാണ്, ബോക്സിന് 85 റുപ്പീസാണ്. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? 100 പ്ലസ് 55 പ്ലസ് 85 ഈസ് ഈക്വൽ ടു 240. അപ്പോൾ ആൻസർ ഈസ് 240 ആണ് കേട്ടോ. അപ്പോൾ അതിന് ടിക്ക് മാർക്കാണ് ഇടേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 4, അബാക്കസ്.
Agila and Faisal studying in class 3 are making digits using abacus. The digit they made using 23 beads are given below in the abacus. അപ്പോൾ എന്താണ് അഖിലയും ഫസലും 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. അവർ അബാക്കസ് യൂസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റ് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ ആ ഡിജിറ്റ് 23 ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് താഴെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അഖിലയുടേതും ഫസലിൻ്റെതും നൽകിയിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ റൈറ്റ് ദ നമ്പർ അറേഞ്ച്ഡ് ബൈ അഖില ഇൻ ദ അബാക്കസ്. അഖില ആ ഒരു അബാക്കസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പർ ഏതാണെന്ന് നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. അതുപോലെ ഫസലും അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പറാണ് എഴുതാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താവും ആ നമ്പർ? നമ്മളിതിൽ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കൂട്ടുകാർക്ക് അറിയാമോ? 100ൻ്റെ സ്ഥാനത്ത് എത്ര ബീഡ്സ് ആണുള്ളത് എന്ന് എണ്ണി നോക്കുക. അതേപോലെ 10ൻ്റെ സ്ഥാനത്തും 1ൻ്റെ സ്ഥാനത്തും ഒക്കെ എത്ര ബീഡ്സ് ആണുള്ളത് എന്ന് എഴുതി കൊടുത്തിട്ട് അത് ഒരു നമ്പർ ആക്കുക. അതായത് 100ൻ്റെ സ്ഥാനത്തുള്ള എത്ര ബീഡ്സ് ആണ്? ഇപ്പോൾ 8 ബീഡ്സ് ആണ് അഖിലയുടേതുള്ളത്. അപ്പോൾ 8 എന്ന് നമ്മൾ 100ൻ്റെ സ്ഥലത്ത് എഴുതി കൊടുക്കുക. അതുപോലെ 10ൻ്റെ സ്ഥാനത്ത് അഖിലയുടെ കയ്യിലുള്ളത് എത്ര ബീഡ്സ് ആണ്? 6 ബീഡ്സ് ആണ്. അപ്പോൾ 6 എന്ന് നമ്മളവിടെ 10ൻ്റെ സ്ഥാനത്ത് എഴുതി കൊടുക്കുക. 1ൻ്റെ സ്ഥാനത്ത് എണ്ണി നോക്കുക. അതുപോലെ 1ൻ്റെ സ്ഥാനത്തും ആ ഒരു ഡിജിറ്റ് എഴുതി കൊടുക്കുക. അപ്പോൾ ഏത് നമ്പറാണ് അഖില ഉണ്ടാക്കിയത്? 869 ആണ്. അതുപോലെ ഫസൽ ഉണ്ടാക്കിയ നമ്പറാണ് 788. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അബാക്കസിൽ ഡിജിറ്റ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് അതിലെ ബി ക്വസ്റ്റ്യൻ ഇഫ് അഖില ചേഞ്ച്ഡ് എ ബീഡ് ഫ്രം 1's പൊസിഷൻ ടു ദ 100th പൊസിഷൻ വാട്ട് വിൽ ബി ദ നമ്പർ? അപ്പോൾ അഖില എന്താണ് ചെയ്തത്? ആദ്യത്തെ പൊസിഷൻ, അതായത് 1's പൊസിഷനിലുള്ള ഒരു നമ്പർ എടുത്തിട്ട് 100th പൊസിഷനിലേക്ക് ഇട്ടു അല്ലേ. അപ്പോൾ അത് ഏത് നമ്പറായിട്ട് മാറിയിട്ടുണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പം അവളുടെ ഒറിജിനൽ നമ്പർ എത്രയാണ്? 869 ആണ്. അപ്പോൾ മാറി ഇടുമ്പോൾ 968 ആവും. അതായത് 8 എടുത്തിട്ട് നമ്മൾ 100th പൊസിഷനിൽ ഇട്ടു അല്ലേ. അടുത്തത് അതിലെ സി ക്വസ്റ്റ്യൻ ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഇറ്റ് ഫസൽ റീഅറേഞ്ച്ഡ് എ ബീഡ് ഫ്രം ദ 10th പൊസിഷൻ ടു ദ 100th പൊസിഷൻ വാട്ട് വിൽ ബി ദ നമ്പർ? അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഫസലാണ് റീഅറേഞ്ച് ചെയ്തത്. ഫസൽ എന്താ ചെയ്തത്? 10th പൊസിഷനിലുള്ള നമ്പർ എടുത്തിട്ട് 100th പൊസിഷനിലേക്ക് ഇട്ടു. അപ്പോൾ ആ നമ്പർ എത്രയായിരിക്കും? 788 ആണ് ഫസലിൻ്റെ ഒറിജിനൽ നമ്പർ. അപ്പോൾ റീഅറേഞ്ച് ചെയ്തപ്പോൾ ആ നമ്പർ എത്രയായിട്ട് മാറി? 878 ആയിട്ട് മാറിയിട്ടു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്ത നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് ഡി ക്വസ്റ്റ്യൻ ഡ്രോ ദ ലാർജസ്റ്റ് 3-digit നമ്പർ ഇൻ അബാക്കസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദ 23 ബീഡ്സ്. ഈ 23 ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള 3-digit നമ്പർ നമ്മളോട് ഈ അബാക്കസിൽ ഒന്ന് വരച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ 23 ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 3-digit ലാർജസ്റ്റ് നമ്പറാണ് 995. അപ്പോൾ 9 + 9 + 5 23 ബീഡ്സ് ആണ് ആകെ ആവുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ബീഡ്സ് വരച്ചു കൊടുക്കുക? 100ൻ്റെ സ്ഥാനത്ത് 9 ആണല്ലേ. അപ്പോൾ 9 ബീഡ്സ് 100ൻ്റെ ആ ഒരു സ്റ്റിക്കിൽ വരച്ചു കൊടുക്കണം. പിന്നെ 10ൻ്റെ സ്ഥാനത്തും 9 ബീഡ്സ് തന്നെയാണ്. അപ്പോൾ 9 അവിടെയും വരച്ചു കൊടുക്കണം. പിന്നെ 1's സ്ഥാനത്ത് എത്രയാണ്? 5 ആണല്ലേ. അപ്പോൾ 5 ബീഡ്സ് ആണ് 1's സ്ഥാനത്ത് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അബാക്കസിൽ ഡിജിറ്റ്സ് വരച്ചു കൊടുക്കുക. അടുത്തതാണ് ആക്ടിവിറ്റി 5 നിറയുന്ന കണക്കുപെട്ടി. There are 1000 ഈർക്കിളി sticks in Rahul's mathematical box. It is kept in the box in bundles of 100 each. രാഹുലിൻ്റെ മാത്തമാറ്റിക്കൽ ബോക്സിൽ എത്ര ഈർക്കിളി ഉണ്ട്? 1000 ഈർക്കിളി ഉണ്ട് അല്ലേ. അപ്പോൾ അത് ബണ്ടിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. 100 എണ്ണമുള്ള ബണ്ടിൽസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. There were only 856 left in the box when Saju and Biju arranged them after a mathematical game. ഒരു മാത്തമാറ്റിക്കൽ ഗെയിം കളിച്ചിട്ട് സജുവും അതുപോലെ തന്നെ ബിജുവും കൂടി അത് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ 856 പിന്നെയും ബാക്കിയാണല്ലേ. അതിലെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി മോർ ആർ നീഡഡ് ടു ടേക്ക് 8000? അപ്പോൾ എത്ര എണ്ണമാണ് ലെഫ്റ്റ് ആയത്? 856 ആണ്. അപ്പോൾ ഇനി 1000 ആവാൻ എത്ര സ്റ്റിക്സ് വേണം എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി 1000 ആവാൻ എത്ര എണ്ണം വേണമെന്ന് നമ്മൾ എങ്ങനെയാണ് കാണുക? 1000 - 850. അതായത് ലെഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിക്സ് 850 ആണ്. അപ്പോൾ ആ 1000ൽ നിന്ന് 850 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 കിട്ടും അല്ലേ. അപ്പോൾ ഇനി 1000 ആവാൻ വേണ്ടിയിട്ട് 156ഉം കൂടെ വേണം. അടുത്ത ബി ക്വസ്റ്റ്യൻ ഹൗ മെനി ബണ്ടിൽസ് വിൽ ബി ദർ ഇഫ് 856 ആർ അറേഞ്ച്ഡ് ആസ് ബണ്ടിൽസ് ഓഫ് 10? അപ്പോൾ 10 ബണ്ടിൽസ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 850 ബണ്ടിൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? അതായത് 85 ബണ്ടിൽസ് ആക്കിയിട്ടാണ് അറേഞ്ച് ചെയ്യേണ്ടത് അല്ലേ.
അപ്പോൾ ആൻസർ ഈസ് 85. അടുത്തത് സി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ പാറ്റേൺ. അവിടെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ പാറ്റേണിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് 150 ആണ്, പിന്നെ 300 ആണ്, പിന്നെ 450 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ 150 വെച്ച് കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത നമ്പർ എത്രയാണ്? 600 ആണ്. പിന്നെ ലാസ്റ്റത്തേത് 750 ആണ്. അതായത് 600 + 150 ആണ് നമ്മൾ നോക്കേണ്ടത്. 150 വെച്ചിട്ടാണ് കൂടി പോകുന്നത്. അപ്പോൾ 150 കൂട്ടുമ്പോൾ 750 കിട്ടും. സി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ബ്ലാങ്ക്സ്. അവിടെ കുറച്ച് ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് 987 നമുക്ക് എത്ര തരത്തിൽ എഴുതാൻ പറ്റും എന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് അവിടെ ടെൻസും വൺസും ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 98 ടെൻസും 7 വൺസും അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ 98 ടെൻസ് കൂടിയാലാണ് 980 ആവുക, പിന്നെ 7 വൺസ് കൂടിയാൽ 987 ആവും. പിന്നെ നമുക്ക് ഇപ്പുറത്ത് തന്നെ ഹൺഡ്രഡ്സിൻ്റെയും ടെൻസിൻ്റെയും വൺസിൻ്റെയും പ്ലേസിൽ എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 900s 8 ടെൻസ് ആൻഡ് 6 വൺസ് അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. പിന്നെ വൺസ് കണ്ടാൽ കൂട്ടുകാരൊന്നും ചെയ്യേണ്ട, ആ ഒരു സംഖ്യ എടുത്ത് എഴുതിയാൽ മതി. 987 വൺസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അടുത്തതാണ് ആക്ടിവിറ്റി 6 വേൾഡ് കപ്പ് ക്രിക്കറ്റ്. The table given below is the details of players who won maximum runs in the 2020 World Cup match. അപ്പോൾ 2020 വേൾഡ് കപ്പ് മാച്ചിൽ മാക്സിമം റൺസ് എടുത്തിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് താഴെ നൽകിയിരിക്കുന്നത്. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമ്മളോട് ആ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യാനും അതുപോലെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുമാണ് പറയുന്നത്. അപ്പോൾ നെയിം ഓഫ് പ്ലെയേഴ്സും കൺട്രിയും അതേപോലെ റൺസും നമുക്ക് ആ ഒരു ടേബിളിൽ നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിക്കോക്ക് സൗത്ത് ആഫ്രിക്ക 243 റൺസാണ് എടുത്തിട്ടുള്ളത്. TM ഹെഡ് ഓസ്ട്രേലിയ 255 റൺസാണ് എടുത്തിട്ടുള്ളത്. റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ 281 റൺസാണ്. ഇബ്രാഹിം സദ്രാൻ അഫ്ഗാനിസ്ഥാൻ 231 റൺസാണ്. രോഹിത് ശർമ്മ ഇന്ത്യയാണ് 257 ആണ്. അതുപോലെ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നെയിം ദ പ്ലെയർ ഹൂ വോൺ മാക്സിമം റൺസ്, ഹൗ മെനി റൺസ്. അപ്പോൾ മാക്സിമം റൺസ് ഏറ്റവും കൂടുതലായിട്ടുള്ള റൺസ് ആരാണ് എടുത്തിട്ടുള്ളത് അയാളുടെ പേര് എഴുതണം, അതുപോലെ എത്ര റൺസ് ആണ് എന്നും എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. മാക്സിമം സ്കോർ എടുത്തിട്ടുള്ളത് റഹ്മാനുള്ള ഗുർബാസ് ആണ്. 281 റൺസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത് ആ ടേബിളിൽ ഏറ്റവും കൂടുതൽ റൺസ്, അതായത് നമ്മൾ നോക്കുക, നന്നായിട്ട് നോക്കുക, എന്നിട്ട് ഏറ്റവും കൂടുതൽ റൺസ് ആർക്കാണ് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യൻ പ്ലെയർ രോഹിത് ശർമ്മ ഓൺ ദ ബേസിസ് ഓഫ് റൺ സ്കോർഡ്. അവർ നേടിയ റൺസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്ത്യൻ പ്ലെയറായ രോഹിത് ശർമ്മ എടുത്തിട്ടുള്ള പൊസിഷൻ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രാമത്തെ പൊസിഷനിലാണ്? സെക്കൻഡ് പൊസിഷനിലാണല്ലേ. അടുത്തത് അതിലെ സി ക്വസ്റ്റ്യൻ ഹൗ മെനി റൺസ് ഡിഡ് ബോത്ത് ദ അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് സ്കോർ. അപ്പോൾ 2 അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് ഉണ്ടല്ലേ, അപ്പോൾ അവർ രണ്ടും കാളും കൂടിയിട്ട് എത്ര റൺസാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ എടുത്തിട്ടുള്ളതാണ് 281, പിന്നെ അടുത്ത ആളുടേതാണ് 231. അപ്പോൾ 281 + 231 ഈസ് ഈക്വൽ ടു രണ്ടാളും കൂടി എടുത്തിട്ടുള്ളത് എത്രയാണ്? ആൻസർ ഈസ് 512 ആണ്. അടുത്തത് ഡി ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലെയേഴ്സ് ഹു ആർ ഇൻ ഫസ്റ്റ് 3 പൊസിഷൻസ് ബേസ്ഡ് ഓൺ ദയർ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 3 പൊസിഷനിൽ വന്ന പ്ലെയേഴ്സിൻ്റെ നെയിംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ആരാണ്? റഹ്മാനുള്ള ഗുർബാസ് ആണ്. സെക്കൻഡ് വൺ ഈസ് രോഹിത് ശർമ്മ ആൻഡ് തേർഡ് ഈസ് TM ഹെഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കിയിട്ട് വേണം കൂട്ടുകാർ എക്സാമിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ കേട്ടോ കൂട്ടുകാർ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും മാത്സ് എക്സാം നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ. ഗുഡ് ലക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.